അപ്പോൾ നമുക്കൊന്നൊരു സിമ്പിൾ ബിരിയാണി റെസിപ്പി റെഡിയാക്കി നോക്കാം. അപ്പോൾ ബിരിയാണി റൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അളന്ന് വേണം റൈസ് എടുക്കാനായിട്ട്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അത് കറക്റ്റ് അളവാണ്. നമ്മൾ ആ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറ് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് ഞാൻ ടോട്ടല് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അത് കറക്റ്റ് ഒരു അളവാണ്. അത് ശ്രദ്ധിച്ചാൽ നമ്മുടെ ബിരിയാണി റൈസ് ഓക്കെയാണ്. നമ്മൾ ബിരിയാണി റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, കുറച്ച് തൈര് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് വേണം റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പണി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം അരിഞ്ഞു വെക്കും. അപ്പോൾ നമുക്ക് വേഗത്തിലാക്കാലോ. റൈസ് ഇടയതിന് ശേഷം ഈ അരിഞ്ഞു മാറ്റി വെച്ച തക്കാളി ഒഴികെയുള്ള ബാക്കിയെല്ലാം എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായി വഴണ്ട് വരുമ്പോൾ അതൊരു ബ്രൗൺ കളറാവും. അപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി ആ പച്ചമണം മാറുമ്പോൾ ചിക്കൻ മസാല. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് നല്ല മുളക് പൊടി ഇടാം. അതിനുശേഷം എരിവ് കുറവ് വേണ്ടവർക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കണം. അതിനുശേഷം ആ ഒരു പച്ചമണം എല്ലാം മാറിയതിന് ശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. പൊടികളെല്ലാം ഇട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിൽ മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. ഇതിലൊരു തരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് നെയ്യ് ചൂടായതിന് ശേഷം സവോള ആദ്യം ഇട്ട് നന്നായിട്ട് വഴറ്റി അതൊരു മീഡിയം ബ്രൗൺ ആകുമ്പോൾ മാറ്റി വയ്ക്കണം. അധികം ബ്രൗൺ ആവണ്ട, കാരണം അത് കരിഞ്ഞു പോകും. മീഡിയം ബ്രൗൺ ആകുമ്പോൾ തന്നെ അത് മാറ്റി വയ്ക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ഒരു ബ്രൗൺ വന്നോളും. അതിനുശേഷം കശുവണ്ടി അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം അതും മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾ സെയിം ആ നെയ്യിൽ തന്നെ ഉണക്കമുന്തിരി ഇട്ട് അത് വീർത്ത് വരുമ്പോൾ അതും മാറ്റി വയ്ക്കണം. അങ്ങനെ നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയ ബിരിയാണി ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതെല്ലാം ബിരിയാണിയുടെ മുകളിൽ വെതറി കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു 15 മിനിറ്റ് ബിരിയാണി അടച്ചു വെക്കണം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പ്ലേറ്റ് എടുത്തോളൂ, കഴിക്കാം.